അങ്ങനെ അപ്പാനി ശരത്ത് അക്ബർ ടീമിന് പാവാട വള്ളികൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അനുമോളുടെ സപ്പോർട്ട്, പുറത്തെ സപ്പോർട്ട് ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു വല്ലാത്തൊരവസ്ഥയിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനിയൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച് തൂറിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നലെ തന്നെ ഭയങ്കര ഒരു കാര്യമില്ലാതെ അനുമോളുടെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്ത്, അനുമോൾക്ക് സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ആ ടാസ്കിൽ അനുമോളെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്ത് അനുമോളെ പാവയെ പിടിച്ചെടുക്കാൻ നോക്കി, എന്നിട്ട് പാവയെ വലിച്ചെടുത്ത് ദൂരെ കളഞ്ഞു. അങ്ങനെ വെറും അനാവശ്യമായിട്ട് അപ്പാനി വെറുതെയുള്ള നെഗറ്റീവ് എല്ലാം വാങ്ങിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും പേടിച്ചു കയറി എന്ന് പറഞ്ഞാൽ ഇന്ന് ബിഗ് ബോസ് പറഞ്ഞു, അനുമോളോട് പറഞ്ഞു, പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം അനുമോള് പായസം വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കമൻറ്റ് അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും തരണം. അപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.com ആണ്. ആ വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്തതിന് ശേഷം അവിടെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് അൺഒഫീഷ്യൽ വോട്ടാണ്. ഒഫീഷ്യലായിട്ട് നമുക്കിപ്പോൾ വോട്ടിംഗ് അറിയാൻ പറ്റുന്നില്ല. നമുക്ക് ആർക്കാണ് കൂടുതൽ, ചുമ്മാ ഓരോരുത്തർ അസംഷൻ, ഊഹം വെച്ചിട്ടാണ് പറയുന്നത് ഇന്ന ആൾക്ക് കൂടുതൽ വോട്ട്, ഇന്ന ആൾക്ക് കൂടുതൽ വോട്ടെന്ന്. അപ്പം നമുക്ക് കൃത്യമായ വോട്ടിംഗ് അറിയാൻ ഒരു ഡിവൈസിൽ നിന്ന് ഒരു വോട്ടേ ചെയ്യാൻ പറ്റൂ. അപ്പം നമുക്ക് ഒരാൾക്ക് എത്ര മാത്രം വോട്ട് കിട്ടുന്നു എന്ന് നമ്മുടെ ഫാൻ പവർ ആരാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ഇനി നമുക്ക് 2 months കൂടുതലുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ വോട്ട് ആർക്കാണെന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ലൈവ് അപ്ഡേഷൻസ് രാത്രി 10 മണി വരെ വോട്ട് ചെയ്യാം. ഇതിൻ്റെ ലൈവ് അപ്ഡേഷൻസ് അമ്മൂസ് തൊട്ടിൽ തന്നെ ലൈവ് എപ്പോഴും 24/7 ലൈവ് കിടക്കുകയാണ്. അപ്പോൾ ആർക്കൊക്കെ എത്രയൊക്കെ വോട്ട് കാണുന്നു, വോട്ട് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പോയിട്ട് വാച്ച് ചെയ്യാം. ലൈവ് ഈ അമ്മൂസ് തൊട്ടി ഈ ചാനലിൽ തന്നെ ലൈവായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.com, മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.com എന്നുള്ള മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.com എന്ന സൈറ്റിൽ കയറിയിട്ട് വെബ്സൈറ്റ്, എൻ്റെ വെബ്സൈറ്റ് തന്നെയാണ്, ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാണെന്ന് വെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യുക. ആ വോട്ട് കൃത്യമായിട്ട് നമ്മുടെ ലൈവ് അപ്ഡേഷനിൽ വരും. ആ ലൈവ് നിങ്ങൾക്ക് ആർക്ക് കൂടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും 24/7 വാച്ച് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റെല്ലാം നിങ്ങൾ വോട്ട് ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ 10 മണിക്ക് ക്ലോസ് ചെയ്തു. അപ്പോൾ എത്ര വോട്ട്, ഇപ്പോൾ ഇന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കോട്ട് കൃത്യമായിട്ട് നിങ്ങൾ അവിടെ കയറിയിട്ട് വോട്ട് ചെയ്യുക. പക്ഷേ ഇതിലെ വോട്ട് മാത്രം പോലെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് നിങ്ങൾ പോയിട്ട് ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് പോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഏകദേശം എത്ര വോട്ട് ഒരാൾക്ക് കിട്ടുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലൈവ് അറിയാൻ പറ്റും. ഇത്ര വോട്ട് കൃത്യമായിട്ടുള്ള കണക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ പോയി കൃത്യമായിട്ട് വോട്ടും ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ വോട്ട് ചെയ്യുന്നതോടൊപ്പം നേരെ ഹോട്ട്സ്റ്റാറിൽ പോവുക, ഹോട്ട്സ്റ്റാറിലും വോട്ട് ചെയ്യുക. അതേ കണ്ടസ്റ്റന്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണോ അവർക്ക് വോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നിപ്പം നിങ്ങൾ അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പം എന്തായാലും അപ്പാനി അക്ബർ എല്ലാവരും പേടിച്ച് തൂറിയിരിക്കുകയാണ്. കാരണം ബിഗ് ബോസ് രാവിലെ തന്നെ അനൗൺസ് ചെയ്തു, എന്താണ്, ഹോട്ട്സ്റ്റാറിൻ്റെ പ്രേക്ഷകർ ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ അനുമോള് പായസം വെച്ച് എല്ലാവർക്കും മെമ്പേഴ്സിനെല്ലാം വീട്ടുകാർക്കെല്ലാം കൊടുക്കാൻ പറഞ്ഞു. ഇതിൻ്റെ പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ എന്താണ് ഒരാൾ പായസം വെക്കാൻ പറയുന്നതിന് വലിയ കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഇത് പ്രേക്ഷകർ തിരഞ്ഞെടുത്തതാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കിച്ചണിൽ നിന്ന് ഫസ്റ്റ് ഡേ കഴിഞ്ഞതിന് സെക്കൻഡ് ഡേ അനുമോളെ അടിച്ച് ഇറക്കിയെന്ന് തന്നെ പറയാം. അനുമോളെ ആ കിച്ചണിൽ നിന്ന് അടിച്ചിറക്കിയതാണ് ഇവരെല്ലാവരും കൂടി. അനുമോള് വേണ്ട എന്ന് പറഞ്ഞ് ആ അനുമോളെ പ്രേക്ഷകർ തന്നെ കിച്ചണിലേക്ക് തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, വീട്ടുകാരുടെ ഞെട്ടിത്തെറിച്ച് ഇത് എന്ത് സംഭവം. കാരണം വൈൽഡ് കാർഡ് വന്നിട്ടും അനുമോൾക്ക് പുറത്ത് സപ്പോർട്ടുണ്ട് എന്ന് അവർക്കൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ചുമ്മാതായിരിക്കും, അത് അവരുടെ ഗെയിമിൻ്റെ ഭാഗമായിരിക്കും എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ അല്ല, പുറത്ത് കൃത്യമായ സപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് ഹോട്ട്സ്റ്റാറിലെ പ്രേക്ഷകർ അനുമോളെ ഈ ഓണത്തിന് പായസം വെക്കാനായിട്ട് പ്രത്യേകിച്ച് കിച്ചണിൽ നിന്ന് അടിച്ചിറക്കിയ അനുമോളെ തിരിച്ച് കിച്ചണിലേക്ക് കയറ്റി ഈ മെമ്പേഴ്സിനെല്ലാം പായസം ഉണ്ടാക്കി കൊടുക്കാൻ ബിഗ് ബോസ് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അത് യഥാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് തന്നെയാണെന്നുള്ളതാണ് ഹൗസ് മേറ്റ്സിൻ്റെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 2 ദിവസമായിട്ട് തന്നെ റെനയും ഒക്കെ അങ്ങ് അനുമോളോട് ഭയങ്കര സ്നേഹമല്ലെങ്കിൽ കൂടാൻ വേണ്ടി അടുത്തു കൂടി വരുന്നു. പഴയ കണക്ക് ഭയങ്കരമായിട്ടില്ല ചീവീട് കണക്ക് ചീത്ത പറയാൻ വരണില്ല. അതുപോലെ പിന്നെ അപ്പാനി ഇന്നലെ വീണ്ടും മണ്ടത്തരം കാണിച്ചു. ഇന്നിപ്പോൾ അപ്പാനി സത്യം പറഞ്ഞാൽ അപ്പാനി ഇന്ന് അനുമോളുടെ സൈഡിലോട്ടേ വരുന്നില്ല, അനുമോളുടെ മുഖത്ത് നോക്കുന്നില്ല, അനുമോളുടെ അടുത്തേക്കേ വരുന്നില്ല. അതേപോലെ അക്ബർ ഇവരാരും വരുന്നില്ല. എന്തുമാത്രമാണ് അനുമോള് ഇങ്ങനെ പുറകെ നടന്ന് കക്കൂസ് തീട്ടം മറ്റേത് മറിച്ചേത് പട്ടി കുറയ്ക്കുന്ന പട്ടിയുടെ മുഖമുള്ളവൾ എന്തൊക്കെ
എന്തൊക്കെ വൃത്തികേടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ അനുമോളെ ഇന്നിപ്പോൾ ആരും ഒന്നും പറയുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ വരെ ജയിലിലൊക്കെ വന്നിരുന്ന ജയിലിലൊക്കെ എന്ത് പറയാനാ, ബിന്നി, വിഷം ബിന്നി, ചൈന ബിന്നി ഉണ്ടല്ലോ, ഡോക്ടർ എന്ന് പേരുള്ള ബിന്നി, ഡോക്ടറല്ല, ഡോക്ടറൊന്നും ആയിട്ടില്ല. ഡോക്ടർ ആവണമെങ്കിൽ MBBS ചൈനയിൽ പാസ്സായാലും ഡോക്ടറൊന്നും ആവത്തില്ല. ഇവിടെ മെഡിക്കൽ കൗൺസിൽ എക്സാം ഒക്കെ പാസ്സാവണം, എന്തിലേ ഡോക്ടർ എന്ന് പറയാൻ പറ്റും. ഇവിടെ വന്ന് ആരെങ്കിലും ചികിത്സിച്ചാൽ ജയിലിൽ പോകും, അതാണ് ക്രിമിനൽ ഒഫൻസാണ്. കാരണം ഇവിടെ ചികിത്സിക്കാൻ പാടില്ല. ചൈനയിലെ പഠിത്തവും പഠിച്ച് ഇവിടെ ചികിത്സയുമല്ല, ഇവിടെ ഒരു എക്സാം ഉണ്ട്, അത് പാസ്സാണ്. ഞാൻ എല്ലാ വീട്ടിലും പറയുന്നത്. അപ്പോൾ ചൈന ബിന്നി, ഇപ്പോൾ ഡോക്ടർ നമുക്ക് പറയണ്ട, ചൈന ബിന്നി, ഈ വിഷം ചൈന ബിന്നിയൊക്കെ ഇന്നലെ ആ ജയിലിൻ്റെ മുന്നിൽ വന്നെന്ന് എന്തോ ഒരു പ്രശ്നമായിരുന്നു. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഞാൻ വേറെ ഏതെങ്കിലും ആൾക്കാരുടെ PR, ഞാൻ ആരുടെയും PR അല്ല. നമ്മളൊരു ഹ്യൂമാനിറ്റി ഉണ്ടല്ലോ, ഗെയിമിൻ്റെ ഭാഗമാണ്. പക്ഷെ ഒരാളിനെ നമ്മൾ പറയുമ്പോൾ അവരുടെ പേഴ്സണൽ കാര്യം അല്ലെങ്കിൽ അവരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നത് വളരെ മോശമാണ്. അതിനേ ഉള്ളൂ ഞാൻ എതിർക്കുന്നത്. ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യില്ല. ഞാൻ എന്ത് ഗെയിമാണോ കളിക്കുന്നത്, എൻ്റെ ഗെയിമിന് നിങ്ങൾ പറയൂ നീ കളിക്കുന്ന ഗെയിം ശരിയല്ല, അല്ലെങ്കിൽ നീ വേറൊരു തരത്തിലുള്ള ഗെയിം കളിച്ച് നമ്മളെ തോൽപ്പിക്കാൻ നോക്കും. പക്ഷെ അവർ ഒരാളെ വളയ്ക്കാൻ ശ്രമിച്ചു. അവൾക്ക് എന്താ, ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് സൗന്ദര്യം ഇല്ലേ, പണമില്ലേ, അവൾക്ക് പ്രശസ്തി ഇല്ലേ, അവൾക്ക് നല്ല ഏതെങ്കിലും പയ്യന്മാരെ കല്യാണം കഴിച്ചോ അല്ലെ സ്നേഹിച്ചോ പ്രണയിച്ചോ ഒക്കെ ജീവിച്ചുകൂടായോ? അല്ല, ഞാൻ ചോദിക്കുവാണ്. അല്ലാണ്ട് ഇവിടെ വന്ന് ബിഗ് ബോസിൽ വന്നിട്ട് 20 വയസ്സോ 22 വയസ്സുള്ള പയ്യനെ വളച്ചു വെച്ചിട്ട് നാട്ടുകാരെ മുന്നിൽ വൃത്തികേടായിട്ട് ജീവിക്കേണ്ട അവസ്ഥയുണ്ടോ? ഇതിപ്പോൾ വളച്ചു വെക്കുന്നതിന് രഹസ്യമല്ലല്ലോ. 24/7 ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിനകത്ത് വന്ന് എന്തിനാണ് ഒരു പയ്യനെ വളച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യം എന്താണ്? അവൾ ആവശ്യത്തിന് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വന്തമായിട്ട് വീടുണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത ഒരാൾക്ക് അവിടെ വന്ന് വളയ്ക്കേണ്ട ഒരു ആവശ്യകതയുണ്ടോ? നമ്മൾ അങ്ങനെ ചിന്തിക്കണം. പിന്നെ ഓരോ ആളുടെ മിണ്ടുന്നു. ഇപ്പം ഞാനിപ്പോൾ പല ആൾക്കാരോട് മിണ്ടുന്നുണ്ട്. ഈ പണ്ട ആൾക്കാരോട് മിണ്ടിയാലോ, ഞാൻ അവരോട് അഭിനയിച്ചാലോ, അവരെ കൂടെ ഇല്ല ഞാൻ പോയി, അല്ലെങ്കിൽ അവരെ കൂടെ സ്നേഹമാണ് അല്ലെങ്കിൽ അവരെ പ്രേമമാണ് എന്ന് പറയുന്നതൊക്കെ വളരെ മോശമാണ്. നമ്മളൊരു ജോലി ചെയ്യുവാണ്. ഇപ്പോൾ അഭിനയിക്കുന്നത് അവരുടെ ജോലിയാണ്. അവർ ആ ജോലി ചെയ്യുന്നു, അവരതിൻ്റെ കൂലി വാങ്ങിക്കുന്നു. അവർ അഭിനയത്തിന് പോയിട്ട് അവർ ജോലി ചെയ്യുന്നു, അവരെ കൂലി വാങ്ങിക്കുന്നു, അവരവരെ കാര്യം തിരക്കി പോരുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് അതൊന്നും ആലോചിക്കാൻ പോലെ. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ് ലൈഫിൽ, എല്ലാ മനുഷ്യനും. ഇപ്പോൾ അംബാനി, ഏറ്റവും വലിയ കോടീശ്വരനെ അംബാനിക്ക് പോലും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ നാളെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം ചിന്തിച്ചാണ് ഓരോരുത്തരും ജീവിക്കുന്നത്, അല്ലേ? നമുക്ക് പൈസ ഇല്ലാത്തവർക്ക് പൈസ ഇല്ലാത്തതിൻ്റെ വിഷമം, പൈസ ഉള്ളവർക്ക് പൈസ ഉണ്ട്, അതെങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാം, അത് നഷ്ടപ്പെടാതെ എങ്ങനെ പോവാം എന്നുള്ള ചിന്ത, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാ മനുഷ്യനും. അല്ലെങ്കിൽ രോഗങ്ങൾ, ചില ആൾക്കാർക്ക് രോഗങ്ങളായിരിക്കും, ചില ആൾക്കാർക്ക് രോഗത്തിന് പണം ഇല്ല മരുന്ന് വാങ്ങാൻ. അങ്ങനെ ഏത് തരത്തിലായാലും ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ എല്ലാ മനുഷ്യർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഒരു ഗെയിമിൽ കളിക്കാൻ പറ്റുന്ന എന്തിനാണ്? കുറച്ച് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. ചിലർ ഫെയിമിന് വേണ്ടി വരും, ചിലർ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി വരും. അനുമോൾ കൃത്യമായിട്ട് പറഞ്ഞു എനിക്ക് സാമ്പത്തികത്തിന് വേണ്ടി വന്നു. ഈ സാമ്പത്തികത്തിന് വേണ്ടി വരുന്ന ഒരാൾ 23 വയസ്സുള്ള ഒരു പയ്യനെ പോയി വളച്ചു പിടിച്ചെന്നൊക്കെ പറയുന്നത് തന്നെ വളരെ മോശമായ കാര്യമാണ്. നാട്ടിൽ വന്ന് നല്ലൊരു ജീവിതം അവളെ വെയിറ്റ് ചെയ്യുന്നില്ലേ? എൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എതിർത്തത്. അല്ലാണ്ട് ചൈന ബിന്നി അല്ല വിഷം ബിന്നി എന്നൊക്കെ വിളിക്കുന്നത് നമുക്ക് അവരോട് ദേഷ്യം, പേഴ്സണലി ദേഷ്യമൊന്നുമില്ല. അവരോട് എന്തിനാണ് നമ്മൾ പക്ഷേ അവരുടെ ക്യാരക്ടർ വളരെ മോശമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നമുക്കിപ്പോൾ ഈ 30 ദിവസം കൊണ്ട് തോന്നിയ കാര്യമാണ്, അതിനപ്പുറത്തേക്ക് നമുക്കറിയില്ല അവരെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും. പിന്നെ അപ്പാനിയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാതെ ഒരു പുരുഷന്മാർക്ക് തന്നെ അപമാനമായിട്ട് നാണക്കേടായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട് തോന്നിയതുകൊണ്ടാണ് അപ്പാനി, അക്ബർ ഒക്കെ വളരെ മോശം ബിഹേവിയർ. അതിനേക്കാൾ ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു ആര്യനെ ആ മെച്യൂരിറ്റി ഇല്ലായ്മ, ആ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയാണ് കാണിക്കുന്നത്. 10, 22, 23 വയസ്സുള്ള ഒരു പയ്യൻ്റെ പക്വതയില്ലായ്മ നമുക്ക് മനസ്സിലാക്കുമല്ലോ, അത്രയാണ്. അത് പിന്നെ അൺനെസസറി ആയിട്ട് ഓവർ ആക്ടിങ്, പിന്നെ ആ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയാണ് പ്രകടമാകുന്നത്. പക്ഷേ ഇവിടെ മെച്യൂർഡായിട്ടുള്ള കുറേ ആൾക്കാർ ഇപ്പോൾ ഷാനവാസ്, എല്ലാവരും ഷാനവാസിനെ വലിയ പൊക്കി പിടിച്ചാലും എനിക്ക് ഷാനവാസിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഷാനവാസ് ഒരു കാര്യമില്ലാതെ ചുമ്മാ ഇരുന്ന് കുത്തുവാണ്, ഓരോന്നിനും കിടന്ന് കുത്തുവാണ്. ഇപ്പോൾ അനീഷിനായാലും, അനീഷ് രാവിലെ കൈ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു, അപ്പോൾ പറയുന്ന കൈ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അതിനുശേഷം ഈ ഷാനവാസ് ഇടിച്ചത് ഷാനവാസ് ഇടിച്ച് കൈ കടിച്ചെന്ന് പറഞ്ഞാൽ ആ കൈ കടിച്ചത് അനീഷാന്നാണ് പറയുന്നത്. അത് നമ്മൾ കണ്ടില്ല, ഇടിച്ചത് ഷാനവാസാണ്, തിരിച്ച് ഇടിച്ച് ശ്വാസം മുട്ടിയതുപോലെ കിടന്ന്. അപ്പോൾ അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടല്ലോ, ഫിസിക്കൽ ടാസ്ക് അല്ലായിരുന്നു, അപ്പോൾ ടാസ്കിനിടയ്ക്ക് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അപ്പാനിയും കൂട്ടരും പേടിച്ച് തൂറി ഒരു പരുവായിരിക്കുകയാണ്. പിന്നെ അതിനേക്കാൾ പ്രധാനമായിട്ട് നമ്മുടെ നമ്മുടെ അനുമോളുടെ ബൊമ്മയുണ്ടല്ലോ, പ്ലാച്ചി. ഈ പ്ലാച്ചിയെ കൂടോത്രമാണ്, പ്ലാച്ചി എന്തോ ഒരു സംഭവമാണെന്നുള്ളൊരു ഭയമുണ്ട് ഇവർക്ക് കേട്ടോ. ഈ പ്ലാച്ചിയെ കാണുമ്പോൾ തന്നെ ഇവർക്ക് എന്തോ ഒരു കിടുകിടാക്കില്ല, കാലിൻ്റെ മുട്ടിൽ നിന്ന് ഇങ്ങനെ വിറപ്പാണ് കേട്ടോ. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് കലക്കി ആ പ്ലാച്ചി. ഇപ്പോൾ പ്ലാച്ചി ഒരു കണ്ടന്റാണ്. ഇപ്പോൾ പ്ലാച്ചി എന്ന് പറയാത്ത ഒരു സമയം പോലെ എനിക്കൊന്ന് 1 മണിക്കൂറിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും ഈ ഹൗസ് മേറ്റ്സ് പ്ലാച്ചിയുടെ പേര് പറയുന്നുണ്ട്.
അപ്പം ഇന്ന് നല്ല ഒരു ഫണ്ണൊക്കെ ആക്കി എടുത്ത ജിസയിലും അനിമോളും ആയിട്ടുള്ള ആ ഒരു ജിസയിൽ അനിമോൾ സംസാരിക്കുന്നത് അതുപോലെ തന്നെ സംസാരിക്കുന്നതും ചെയ്യുന്നതും എല്ലാം അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യണമായിരുന്നു അനിമോൾ. എന്നൊരു പണിഷ്മെൻറ്റ് ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് അത്യാവശ്യം ഫണ്ണൊക്കെ ആക്കി എടുത്തു. കുറേ നേരം ചെയ്തില്ല ജിസയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. അതുപോലെ തന്നെ ഒനിയലും ഷാനവാസുമായിരുന്നു, അതും കുഴപ്പമില്ല. ഇപ്പോൾ എന്തായാലും നിവിൻ അനിമോളുടെയൊക്കെ കൂടെ കൂടിയിട്ടുണ്ട്. വൈൽഡ് കാർഡിൻ്റെ കൂടെ കൂടി അനിമോളോട് മിണ്ടുന്നതുകൊണ്ട് നിവിനെ മറ്റവർ ഗ്രൂപ്പിൽ നിന്ന് മുംബൈ ഗ്രൂപ്പുകാർ പുറത്തിറക്കി. പാവാടവള്ളി ഗ്രൂപ്പ് പിന്നെ നിവിനെ പുറത്താക്കിയിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ലൈവ് അപ്ഡേഷൻസ്. എന്തായാലും ഇന്ന് കുഴപ്പമില്ലാതെ പോയി. ജയിലിലും അനിമോക്ക് ഇന്ന് അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. പായസമൊക്കെ വെച്ച് എല്ലാവരും നല്ല ടേസ്റ്റി ആയിട്ട് കുടിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പാനി ശരത്തും അക്ബറും അപ്പാനിയും ആരിനും കുടിക്കാതെ ഈ പായസം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു, ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കാരണം അനിമോളുടെ മുന്നിൽ നിന്ന് കുടിക്കാനുള്ള ഒരു ശങ്ക, അല്ല മൂത്രശങ്ക എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ഒരു ശങ്ക. അയ്യോ ഇവള് പ്രേക്ഷകരൊക്കെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് എന്നുള്ള ചിന്തയാണ് അപ്പാനിക്ക്. സത്യം പറഞ്ഞാൽ അപ്പാനി പേടിച്ച് തൂറിയിരിക്കുകയാണ് കേട്ടോ. അപ്പാനി ഇനി നാട്ടിൽ വന്ന അപ്പാനി എങ്ങനെ കയറും എന്നൊക്കെ ആയിരിക്കും അപ്പാനി ചിന്തിക്കുന്നത്. കാരണം അത്രമാത്രം മോശമായിട്ടൊരു പെണ്ണിനെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇല്ല കിട്ടാത്ത മുന്തിരി കുളിക്കും എന്നൊക്കെ നമ്മൾ പണ്ടുള്ളവർ പറയില്ല, കിട്ടാത്ത മുന്തിരി. അപ്പോൾ അതുപോലെ കിട്ടാത്ത മുന്തിരിയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. അനിമോളെ ഓരോ ഇവന്മാർക്കൊന്നും ഇവന്മാരുടെ ഇംഗിതത്തിന് കിട്ടുന്നില്ല, ഇവന്മാരെ അടുത്ത് പോയി കിടക്കുന്നില്ല, അല്ലെങ്കിൽ ഇവന്മാരെ ആഗ്രഹിച്ച കണക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ ചോറി വന്നത്. അല്ലാണ്ട് വേറെ അനിമോൾ അവിടെ വലിയ കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് എനിക്കൊന്നും. അനിമോളുടെ കളി കളിക്കുന്നു, അനിമോളുടെ കാര്യം തിരക്കി പോകുന്നു. പക്ഷെ അവന്മാർ അങ്ങോട്ട് കയറി ചൊറിയുമായിരുന്നു. കാരണം ഈ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പാനിയെ വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പം ബിൻസിയുടെ കാര്യം പറഞ്ഞല്ലോ അപ്പാനിയുമായിട്ടുള്ള. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇവളെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചടിക്കണമെന്ന് ഇവന്മാർക്ക് തോന്നി. അതാണ് ഇതിലെന്ന്. പിന്നെ അതിനെ ആരിനെ കൂട്ടുപിടിച്ച് ആരിനെ വളച്ചെടുക്കുന്ന വളരെ മോശം പിടിച്ച ഒരു സ്ത്രീയൊക്കെ അതിന് ബിന്നിയെ കൂട്ടുപിടിച്ച്, ബിന്നി എന്ന് പറയുന്ന വിഷം ചൈന വിഷം ചൈന ബിന്നി അതും കൂടി വെച്ച് കൊടുത്തു. അതിന് കൂട്ടുപിടിച്ചത് നമ്മുടെ കട്ടപ്പ ശൈത്യാണ്. അവൾ പിന്നീന്ന് കുത്തിയപ്പോൾ എല്ലാം കൂടി ഇതായി. അവൾ പറയുന്ന പിന്നെ ആരിന് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞു, ആരിന് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞെന്ന്. അപ്പം അനിമോൾക്ക് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഈ ലൈവ് 24 ലൈവ് ഞാൻ കണ്ടതാണ്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈ ആരിനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഈ കട്ടപ്പ ശൈത്യ അനിമോളോട് ചോദിക്കുന്നു. അപ്പം അനിമോൾ പറഞ്ഞു, പാലുകുപ്പി 10, 22, 21 വയസ്സുള്ളപ്പം നിനക്ക് എന്താ അങ്ങനെയൊന്നുമില്ല എന്നും പറഞ്ഞ് അവള് ഒരുമാതിരി പിന്നെ പാലുകുപ്പി നീ എന്ത് ചോദിക്കുന്നത്, പിന്നെ ഈ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ സബ്ജക്റ്റ് ക്ലോസ് ആക്കിയതാണ്. പിന്നെ എങ്ങനെയാണ് ഈ ക്രഷ് എങ്ങനെയാണ് എവിടെ നിന്ന് വന്ന് അവൾ ഇന്നും പറയുന്നതായിട്ട് ആരിനോട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ മറ്റവരോട് പറയുന്നു. അപ്പോൾ അവൾ എന്ത് വൃത്തികെട്ട ഒരു ലേഡിയാണെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അത്യാവശ്യം +2 കഴിഞ്ഞ് 5 വർഷം LLB പഠിച്ചതിൻ്റെ വിവരമെങ്കിലും കാണിച്ചുകൂടായോ? വലിയ പഠിത്തമൊന്നും ഇല്ലെങ്കിലും LLB പഠിച്ചതിൻ്റെ ഒരു വിവരമെങ്കിലും കാണിച്ചുകൂടെ എന്ന് ഞാൻ ചിന്തിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ലൈവൊക്കെ നടക്കുവാണ്. ലൈവിനകത്ത് ആരൊക്കെയോ നടക്കുന്നു, എന്തൊക്കെ ഞാൻ ഫുൾ ഇടാൻ പറ്റത്തില്ലല്ലോ, കാരണം പിന്നെ അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചു വന്ന്. അപ്പം ഞാൻ എന്തായാലും ഒരു 12 മണി വരെയൊക്കെ ലൈവ് കാണും. പിന്നെ അതിനുശേഷം നാളെ തിരുവോണമല്ലേ, നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. അപ്പം നാളെ എല്ലാവർക്കും എന്നെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം, എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ. എല്ലാവരും സന്തോഷമായിട്ട് സദ്യയൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ടിരിക്കുക. അപ്പം നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവരും നമ്മുടെ എന്താ പറയുക മലയാളം ബിഗ് ബോസ് voting.com സന്ദർശിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റിനെ അവിടെ പോയിട്ട് പോള് ചെയ്യുക. വോട്ടെന്ന് പറഞ്ഞ് വരിക, ആ വോട്ട് ചെയ്യുക. പിന്നെ ഹോട്ട്സ്റ്റാറിലും പോയിട്ട് വോട്ട് ചെയ്യണം. ഹോട്ട്സ്റ്റാറിലെ വോട്ടാണ് ഒഫീഷ്യൽ വോട്ട്, ഇത് അൺഒഫീഷ്യൽ വോട്ട്. കൃത്യമായി നമുക്ക് എത്ര വോട്ട് ഒരു കണ്ടസ്റ്റന്റ് കിട്ടുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ പിന്നെ അത് ആ ലൈവ് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ തന്നെ 24/7 ലൈവ് കിടക്കുവാണ്. ആ ലൈവിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആർക്കാണ് കൂടെ എപ്പോൾ വേണമെങ്കിലും അവിടെ പോയി നോക്കുക ആർക്കൊക്കെ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഓക്കേ.